ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ പോലത്തെ ഒരു അടിപൊളി പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വുമൺസ് ഡേ അല്ലെങ്കിൽ ഒരു ഗേൾസിൻ്റെ അല്ലെങ്കിൽ ലേഡീസിൻ്റെ തീമിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കാർഡ്ബോർഡ് കണ്ടോ ഇതേപോലെ പൊളിഞ്ഞു പോകും, സൈഡിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട്, അതായത് വൈറ്റ് കളർ ടേപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്തു കേട്ടോ സൈഡുകൾ ഇതേപോലെ. എന്നിട്ട് ഞാൻ ഇതിലൊരു വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചെറിയ പ്രിൻ്റൊക്കെ ഉള്ള പോലത്തെ എംബോസിങ് ഒക്കെ ഉള്ള പോലത്തെ ടിഷ്യൂ ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളുടെ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വൈറ്റ് ടിഷ്യൂ ഒട്ടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ടിഷ്യൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആ പെയിൻറ്റ് തന്നെ ആക്കിയാൽ മതി. അതല്ലെങ്കിൽ ഡെക്കോ പേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ഈ ഒരു സൈഡ് മടക്കുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ മടക്കൊന്നും ഇല്ലാതെ. അപ്പോൾ എല്ലാവർക്കും വൃത്തിയായിട്ട് ഒട്ടിക്കാൻ അറിയാമായിരിക്കില്ല. ജസ്റ്റ് കേവൊക്കെ വരുന്ന ഭാഗങ്ങളിൽ കട്ടൊക്കെ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് നമ്മളൊന്നിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ താഴെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ലുക്ക് ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ഒക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു കാർഡ് ബോർഡ് കട്ട് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ എല്ലാ സൈഡുകളും ഇങ്ങനെ നന്നായിട്ട് മടക്കി കൊടുക്കുക. ഇനി ഈ ടിഷ്യൂ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ലേഡിയുടെ പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പെന്നുകൊണ്ട് ഞാനൊന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ലേഡി വരച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി വുമൺസ് ഡേ ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വുമൺസ് ഡേ തീം ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ എന്തെങ്കിലും സിസ്റ്റേഴ്സ് ഡേയോ ബർത്ത്ഡേയോ എന്തൊക്കെയോ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. തീമിനനുസരിച്ച് നമ്മളിവിടെ വരച്ചു കൊടുക്കാം. ഓക്കെ, ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേയുടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ലേഡിയുടെ മുകൾ ഭാഗത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി ഭാഗമൊന്നും ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. ഇതേപോലെ ഇത്രയും ഭാഗം മാത്രം നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്, ബാക്കി ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെ ഒരു ട്രീയുടെ ഒരു ലുക്ക് വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഔട്ട്ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം ആ സ്റ്റെം അല്ലാതും നമ്മളതിനെ എന്നിട്ട് തിക്കാക്കി വരച്ചു കൊടുത്തു. അപ്പോൾ ഇതേപോലെ ഒരു മരത്തിൻ്റെ താഴെ ഒരു ലേഡി നിൽക്കുന്ന ഒരു ലുക്ക് വരുന്ന പോലെ ഇതേപോലെ അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഷാർപ്പനർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പെൻസിൽ ഷാർപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതില്ലേ, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ കുനുകുനാന്ന് പിച്ചി എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഈ ലേഡിയുടെ ടോപ്പ് ഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഡ്രസ്സിൻ്റെ ടോപ്പ് വരുന്ന അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, അതിനെ കട്ട് ചെയ്യണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലൈൻ്റെ പുറത്ത് പോകാതെയും ചെയ്യണം. ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുന്ന വിധത്തിൽ നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഇത് കട്ട് ചെയ്യുക. അപ്പോൾ താഴെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, താഴെ നിന്ന് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് നല്ല ലുക്കായിട്ട് വന്നോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മുകളിലെത്തുമ്പോൾ ഒരു യു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പെൻസിൽ ഷേവിങ് ആ ഒരു ഷേപ്പിൽ കേവ് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടും അവിടെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അത്രയും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. താഴെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് വലിയ പെൻസിൽ ഷേവിങ്സ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പ്രസ്സൊന്നും ചെയ്ത് കൊടുക്കരുത്, പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പരന്നിരിക്കുന്ന പോലെ ആവും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഇങ്ങനെ ഒന്നും പൊന്തി നിൽക്കുന്ന സ്കേർട്ടുണ്ടല്ലോ, ആ ഒരു ലുക്കിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു ലെയർ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്തടുത്തായിട്ട് ഗ്യാപ്പൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. അടുത്ത ലെയർ വന്നിട്ട് അതിൻ്റെ മുകളിൽ രണ്ടെണ്ണത്തിന് ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ അടുത്തത് വെച്ചിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഈ സ്കേർട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് പെൻസിൽസ് ആണ് എൻ്റെ എടുത്തത്, അതുകൊണ്ടാണ് ആ ഒരു കൈ വരച്ച് ശരിയായില്ല. അപ്പോൾ ഞാനൊന്ന് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേ ഞാൻ നോർമൽ നമ്മുടെ ശില്പകാർ ക്ലേയിൽ കുറച്ച് കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പേസ്റ്റൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ആ ബോൾസ് എല്ലാം അതും ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ആക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു റൗണ്ട് എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം അടുത്ത ഒരു റൗണ്ട് എടുത്തിട്ട് നേരത്തെ ഫിനിഷ് ചെയ്തതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ചു കൊടുക്കുക. ഇതേ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എടുക്കുക ഓരോ കേട്ടോ. അപ്പോൾ ഓരോ പെറ്റലിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ പെറ്റലും വെക്കുമ്പോൾ തൊട്ടടുത്ത പെറ്റലിൻ്റെ കുറച്ച് ഭാഗം കവർ ചെയ്ത് നിൽക്കുന്ന പോലെ വെക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക.
അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ലുക്കിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു താഴത്തെ ഭാഗം എല്ലാം കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ ലുക്കും അതുപോലെ സ്റ്റിക്കാവും. അതിനുശേഷം നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ഫ്ലവറിൻ്റെ ലുക്കായി. ഞാനപ്പോൾ ഇതാ കുറച്ച് ചെറിയ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ലീഫ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ പിച്ചി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ആ ഒരു ഷേപ്പിലോട്ട് ലീഫിൻ്റെ ഷേപ്പിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഒരു ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ടൂൾ എടുത്തതിന് ശേഷം നൈഫോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ വെയിൻസ് വരച്ചു കൊടുക്കാം, സ്ട്രെയിറ്റിലോട്ട് സൈഡിലോട്ട്. അപ്പോൾ ഞാൻ എന്താ ഗ്രീൻ കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ വീഡിയോ മിസ്സായി, അതുകൊണ്ടാണ് പിങ്കിൽ കാണിച്ചത്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ട്രീയിലോട്ട് ലീഫും ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലീഫ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് അധികം ഗ്ലൂ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് വെയിൻസ് വരച്ച് കൊടുത്തത്. അപ്പോൾ ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ വെയിൻസ് വരച്ചതിന് ശേഷം വെക്കുന്നതിനേക്കാളും. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റോസ് ഫ്ലവർ വെക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു തണ്ട് ഭാഗം നമ്മൾ പിരിച്ചെടുത്തില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ പ്രസ് ചെയ്യാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഗ്ലൂ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്ലവറും എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് വലിയ ഫ്ലവർ എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് അതിനും അതുപോലെ ലീഫ് വെച്ചിട്ട് ഈ കൈയിൻ്റെ ഭാഗത്തൊന്ന് കൊടുത്തു കേട്ടോ. പക്ഷെ പിന്നീട് ഞാനത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം എന്താ ഒരു ഹാർട്ട് ഷേപ്പ് എടുത്തിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ കയ്യിലും ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈയിൻ്റെ റോസ് വെച്ച് കൊടുത്തില്ലേ, അത് ഞാൻ മാറ്റിയിട്ട് അവിടെ നിന്ന് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ മാറ്റിയിട്ട് ഒരു ബൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. അതിനായിട്ട് നമ്മൾ ഇതേപോലത്തെ ചെറിയ റോസസ് എടുത്ത് ഒരു 3 എണ്ണം എടുത്തിട്ട് ഇതേപോലെ 3 കൂടെ കൂട്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആവാനേ പാടുള്ളൂ. ക്വാർട്ടർ ഡ്രൈ ആയതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ എൻ്റെ ഭാഗമൊന്ന് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ആയി കിട്ടും. ഇനി നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ അതേപോലെ ഒന്ന് ക്ലേ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ താഴെ വെച്ചിട്ട് അതിലോട്ട് ഒരു കോൺ ഷേപ്പ് ആക്കുന്ന വിധത്തിൽ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ബൊക്കെയൊക്കെ ഉണ്ടാവില്ലേ, താഴെ എന്തെങ്കിലും ഒരു ഇതിൽ വെച്ച പോലെയല്ലേ ഉണ്ടാവുക, ആ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അതിനെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക. വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ റോസൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഇതേപോലെ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബൊക്കെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ, ഇനി നമ്മൾ ആ കയ്യിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ബൊക്കെ നമ്മൾ പൊന്തി നിൽക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമ്മളിതാ ഇതേപോലെ വെച്ച് കൊടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഴാതിരിക്കാൻ നമുക്ക് ടിഷ്യൂോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് പൊക്കി അതിൻ്റെ ഷേപ്പിന് എടുത്ത് കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഡ്രസ്സിന് മുകൾ ഭാഗം ബ്ലൂവും അതുപോലെ ബാക്കി ഭാഗം നമ്മുടെ പേൾ പിങ്കും കൊടുത്തു. എന്നിട്ട് അതിൽ ഫ്രോക്കിൻ്റെ ഫ്രില്ല് വരുന്ന ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ, നമ്മുടെ പെൻസിൽ ഷേവിങ്ങിൻ്റെ ആ ഭാഗത്ത് ഞാൻ സിൽവർ കളറും കൊടുത്തു കേട്ടോ. അതിനുശേഷം ഈ മുകൾ ഭാഗത്ത് ഞാനൊരു പേൾ വൈറ്റ് കളർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്കൈലോട്ട് നിൽക്കുന്ന വിധത്തിൽ വരാൻ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് കളർ ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഉണങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ ഇതേപോലെ അടുത്ത കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഏറ്റവും മുകളിൽ ഡാർക്ക് കളറും പിന്നെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പെയിൻറ്റ് എടുത്തിട്ടാണ് താഴത്തോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ട്രീ വരച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് ചെയ്തു വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ബ്ലൂ കൊടുക്കുമ്പോൾ ആ ഒരു ട്രീയുടെ എഫക്റ്റ് കുറവ് തോന്നുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത് ഒന്നും കൂടി ആ ഒരു ട്രീയുടെ ഭാഗം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ട്രീയും കൂടെ നമ്മൾ ക്ലേയിൽ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി, ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് തോന്നിയത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോഡ്സൊക്കെ എഴുതാം. നമ്മൾ ഏത് ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കോഡ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫാദേഴ്സ് ഡേക്ക് കൊടുക്കാൻ പറ്റില്ല, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ വരച്ച് കൊടുക്കാം. അവിടെ ഒരു കളറ് ബ്ലൂ ആയി, അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വൈറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു പിക്ചർ മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു പിക്ചർ ആണെങ്കിൽ നമുക്ക് സിസ്റ്റേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വുമൻസ് ഡേ, അതുപോലെ ഗേൾസിൻ്റെ ബർത്ത്ഡേയ്സ് ഇതൊക്കെ കൊടുക്കാം. അപ്പോൾ അതേപോലെ നമുക്ക് തീമിൽ ഇതേ മതി, കോഡ്സ് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, ഫോട്ടോയിൽ ഇതിൽ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ട് ഇത് ശരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.